നമസ്കാരം. ബിഗ് ടെൻ ന്യൂസിലേക്ക് സ്വാഗതം. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഇന്ന്. റഷ്യ യുക്രൈൻ യുദ്ധപരിസമാപ്തി ലക്ഷ്യമാക്കി ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ച ഇന്ന് വാഷിംഗ്ടണിൽ നടക്കും. യൂറോപ്യൻ നേതാക്കളും ചർച്ചയിൽ പങ്കെടുക്കും. പുടിന്റെ ഉപാധികൾ ചർച്ചയിൽ വെല്ലുവിളി. യുദ്ധം ഉടൻ അവസാനിക്കില്ലെന്ന് അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി വ്യക്തമാക്കുന്നു. ഛത്തീസ്ഗഡിൽ മാവോയിസ്റ്റ് ആക്രമണം. ബിജാപൂരിൽ മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിടെയുണ്ടായ IED സ്ഫോടനത്തിൽ ജവാൻ ദിനേശ് നാഗ് വീരമൃത്യു വരിച്ചു. പരിക്കേറ്റ മറ്റ് ജവാന്മാർ ആശുപത്രി ചികിത്സയിൽ. നില ഗുരുതരമല്ല. മാവോയിസ്റ്റ് സാന്നിധ്യം ശക്തമായ മേഖലയിൽ ഓപ്പറേഷനുകൾ തുടരുകയാണ്. ഇന്ത്യ മുന്നണി ഇംപീച്ച്മെന്റിനൊരുങ്ങുന്നു. തിരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ഇംപീച്ച്മെന്റ് നീക്കത്തിനൊരുങ്ങി ഇന്ത്യ മുന്നണി. മല്ലികാർജുൻ ഖാർഗെയുടെ ഓഫീസിൽ ചേർന്ന യോഗത്തിൽ പ്രാഥമിക ചർച്ചകൾ നടന്നു. വോട്ട് ചോരി ആരോപണം ശക്തിപ്പെടുത്താനാണ് പ്രതിപക്ഷ നീക്കം. യുക്രൈന് കുട്ടികൾക്ക് വേണ്ടി മെലാനിയ ട്രംപിന്റെ കത്ത്. യുദ്ധം കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനം ചൂണ്ടിക്കാട്ടി പുടിനോട് കത്തയച്ച് മെലാനിയ ട്രംപ്. കുട്ടികളുടെ ചിരി തിരിച്ചു കൊണ്ടുവരാൻ താങ്കൾക്ക് കഴിയുമെന്ന് കത്തിൽ മെലാനിയ പറഞ്ഞു. ട്രംപ് സെലൻസ്കി കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് അതിന്റെ മുന്നോടിയായാണ് സന്ദേശം ലഭിച്ചിരിക്കുന്നത്. ഓസ്ട്രിയൻ ഗ്രാൻഡ് പ്രിയിൽ ബൈക്കിന് തീപിടിച്ചു. റെഡ് ബുൾ റിംഗിൽ ഫാബിയോയുടെ ബൈക്കിന് പെട്ടെന്ന് തീപിടിച്ചു. സമയോചിതമായി വാഹനം അരികിലേക്ക് മാറ്റി റൈഡർ രക്ഷപ്പെട്ടു. മെക്കാനിക്കൽ തകരാറാകാമെന്ന സംശയത്തിൽ അന്വേഷണം നടക്കുന്നു. പാലക്കാട് 2ാം ക്ലാസ് വിദ്യാർത്ഥിനിക്ക് ദാരുണാന്ത്യം. കൊഴിഞ്ഞാമ്പാറയിൽ ബസ് ഇടിച്ച് നഫിയത്ത് മസ്രിയ മരിച്ചു. പിതാവിനോടൊപ്പം ഉണ്ടായിരുന്ന ബൈക്ക് മറിഞ്ഞ് റോഡിലേക്ക് തെറിച്ചു വീണപ്പോഴായിരുന്നു അപകടം സംഭവിച്ചത്. പോലീസും മോട്ടോർ വാഹന വകുപ്പും അന്വേഷണം ആരംഭിച്ചു. അണ്ണാ ഹസാരെയോട് രംഗത്തിറങ്ങാൻ ആഹ്വാനം. പൂനെയിൽ രാഹുൽ ഗാന്ധിയെ പിന്തുണയ്ക്കാൻ ആവശ്യപ്പെട്ട് ബാനറുകൾ പ്രത്യക്ഷപ്പെട്ടു. ഉണരു അണ്ണാ ഹസാരെ, ജന്തർ മന്ദറിലെ മാജിക് വേണമെന്ന് പോസ്റ്ററുകളുടെ സന്ദേശം. യുവാക്കൾ ഗാന്ധിയൻ ആദർശങ്ങളോടെ മുന്നോട്ട് വരണമെന്ന് ഹസാരെയുടെ പ്രതികരണം. കോതമംഗലത്ത് 23-കാരുടെ ആത്മഹത്യ. റമീസിന്റെ മാതാപിതാക്കൾ കസ്റ്റഡിയിൽ. തമിഴ്നാട്ടിൽ നിന്നാണ് റഹീമിനെയും ഷരീഫിയെയും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. സോനയുടെ ആത്മഹത്യാക്കുറിപ്പിൽ മതം മാറാൻ നിർബന്ധം, മർദ്ദനം എന്നിവയാണ് ആരോപണം. കേസിൽ റമീസ് 1ാം പ്രതിയും മാതാപിതാക്കൾ 2ാം പ്രതിയും 3ാം പ്രതികളും. മിമിക്രി താരം പാലാ സുരേഷ് അന്തരിച്ചു. 53-കാരനായ സുരേഷ് കൃഷ്ണയെ പിറവത്തെ വാടക വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഉറക്കത്തിൽ ഹൃദയസ്തംഭനമെന്ന് പ്രാഥമിക നിഗമനം. ഹൃദയരോഗത്തിന് ചികിത്സയിലായിരുന്നു. മിമിക്രി, സിനിമ, സീരിയൽ, സ്റ്റേജ് ഷോകളിലൂടെ 3 പതിറ്റാണ്ടോളം കലാരംഗത്ത് സജീവമായിരുന്നു. പൂജപ്പുര ജയിലിൽ ക്യാന്റീൻ മോഷണം. കഫ്റ്റീരിയയിൽ നിന്ന് 4 ലക്ഷം രൂപയുടെ മോഷണം പോയി. സ്ഥലത്തെക്കുറിച്ച് അറിവുള്ളവർ നടത്തിയതെന്ന സംശയം. മുൻ ജീവനക്കാരൻ പിന്നാലെയുണ്ടാകാമെന്ന് പോലീസ്. CCTVകൾ പ്രവർത്തിച്ചിരുന്നില്ല. അന്വേഷണം പുരോഗമിക്കുമെന്നും പോലീസ് പറഞ്ഞു.